യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ജന്മനഗരമായ ക്രൈവി റിഹിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട്. സ്ഥിരീകരിച്ച കണക്കിൽ മരിച്ചവരിൽ 9 പേരും കുട്ടികളാണ്. ജനവാസ മേഖലയിലാണ് മിസൈൽ പതിച്ചിരിക്കുന്നത്. അവിടുത്തെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് മരിച്ചത്. മിസൈൽ പതിച്ച് 10 നിലകളിലുള്ള ഫ്ളാറ്റിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകരുകയും ചെയ്തിരുന്നു. സമീപത്തെ ഒരു റെസ്റ്റോറന്റിൽ നടന്നിരുന്ന സൈനിക ഉദ്യോഗസ്ഥരുടെയും പരിശീലകരുടെയും യോഗത്തെ ലക്ഷ്യം വെച്ചാണ് മിസൈൽ ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. റെസ്റ്റോറന്റിനെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് റഷ്യൻ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. സ്ഫോടനത്തെ തുടർന്ന് 4ലധികം സ്ഥലങ്ങളിൽ തീ പിടിക്കുകയും ചെയ്തിരുന്നു. റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആക്രമണമെന്നാണ് യുക്രൈൻ അധികൃതർ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ നടപ്പാക്കാൻ പരമാവധി ശ്രമിക്കുമ്പോൾ റഷ്യ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത് അവർ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ല എന്നതിന് തെളിവാണെന്നും യുക്രൈൻ പറയുന്നു. യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ യുക്രൈൻ വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അധികാരമേറ്റ 1-ാം നാൾ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് മുൻപ് പറഞ്ഞിരുന്നെങ്കിലും നടന്നിട്ടില്ല. എന്നാൽ US സ്വന്തം നിലയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. അടുത്തിടെ US റഷ്യ വിദേശകാര്യ മന്ത്രിതല ചർച്ച സൗദി അറേബ്യയിൽ നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനും ശക്തമായ പ്രതിഷേധവും അറിയിച്ചിരുന്നു. US-ന്റെ ഇടപെടലുകൾ യുദ്ധം അവസാനിപ്പിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം. ചെറുത്തു നിൽക്കാൻ യുക്രൈന് പിന്തുണ നൽകിയത് യൂറോപ്പും US-ഉമാണ്. ബൈഡൻ സർക്കാരിന്റെ കാലത്ത് US യുക്രൈന് സാമ്പത്തിക സൈനിക സഹായം ധാരാളം നൽകിയിരുന്നു. എന്നാൽ ട്രംപ് വന്നതോടെ സ്ഥിതി മാറി. US-ന്റെ സഹായത്തിന് പകരമായി യുക്രൈനിലെ അപൂർവ ധാതുശേഖരത്തിലാണ് ട്രംപിന്റെ കണ്ണുള്ളത്. US-ന്റെ സാമ്പത്തിക സഹായത്തിനുള്ള പ്രതിഫലമായി യുക്രൈനിലെ $500 ബില്യൺ തുല്യമായ അപൂർവ ധാതുശേഖരം US-ന് നൽകാനുള്ള കരാർ യുക്രൈൻ അംഗീകരിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കരാറിനെ എതിർത്ത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ സമ്മർദ്ദം ചെലുത്തി കരാർ നേടാനുള്ള ശ്രമത്തിലാണ് US.